ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് UDF സർക്കാരിന്റെ കാലത്തെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉമ്മൻചാണ്ടി അടക്കം 9 പേർക്കെതിരെ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. പ്രാഥമിക അന്വേഷണത്തിനാണ് ഉത്തരവ് ഇട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ ജിതിൻ ചന്ദ്രൻ നൽകും. ജിതിൻ, വ്യക്തമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി വസ്തുത ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറയുന്നത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന വിവാദ ബന്ധു നിയമനങ്ങളിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 14 ഇത്തരത്തിലുള്ള വിവാദ നിയമനങ്ങൾ അന്വേഷിക്കാനാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഉമ്മൻചാണ്ടി അടക്കം 9 പേർക്കെതിരെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. മുൻമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ബന്ധുക്കളെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അയോഗ്യതകളുള്ള അല്ലെങ്കിൽ യോഗ്യതകളില്ലാത്ത ആൾ നിയമിച്ചു എന്നത് ഈ കേസിലെ ഒരു പരാതിയായിരുന്നു. അതടക്കം ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് അടക്കം 9 മന്ത്രിമാർക്കെതിരെയാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. ഫെബ്രുവരി 6-നകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഇതുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തകനായ ആഫീസ് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിനുള്ള ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് എതിരെ അടക്കമാണ് അന്വേഷണം നടക്കാൻ പോകുന്നത് എന്നതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. ഉമ്മൻചാണ്ടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്റെ ബന്ധുവിനെ നിയമിച്ചു, വിവാദപരമായ നിയമനം നടത്തി ബന്ധുവിന് എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. മറ്റ് 9 പേർക്കും മറ്റു 9 മന്ത്രിമാരും ഇത്തരത്തിൽ ബന്ധുക്കൾക്ക് നിയമനം നൽകി എന്നതും ഈ ആരൊക്കെയാണ് മറ്റ് 9? കാരണം വിൻസെന്റ് അടക്കം MLA അടക്കം ഉണ്ട്, UDF മറ്റ് നേതാക്കന്മാരൊക്കെ തന്നെ ഉണ്ട്. ആരൊക്കെയാണ് ഈ 9 പേർ? അവർക്കൊക്കെ എതിരെ ഏത് രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്താൻ കോടതി പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി, മന്ത്രിമാരായിരുന്ന ആര്യാടൻ മുഹമ്മദ്, അടൂർ പ്രകാശ്, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല, KP അനിൽകുമാർ തുടങ്ങി 9 മന്ത്രിമാർക്കെതിരെയാണ് ഇപ്പോൾ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കോടതി ഉത്തരവിന്റെ പകർപ്പും കൂടുതൽ വിശദാംശങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. എന്തായാലും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അടക്കമുള്ള 9 പേർക്കെതിരെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. പ്രധാനമായും 14 നിയമനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹാഫിസ് മുഹമ്മദ് ഇക്കാര്യത്തിൽ പരാതി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ 14 നിയമനങ്ങൾ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണം നടത്തി ഫെബ്രുവരി 6-നകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുന്നു. എന്തായാലും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അടക്കമാണ് ഇപ്പോൾ ബന്ധു നിയമനത്തിൽ അന്വേഷണം നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ സർക്കാരിന്റെ കാലത്ത് നേരത്തെ മന്ത്രിയായിരുന്ന EP ജയരാജൻ ബന്ധു നിയമനം നടത്തി എന്ന പേരിൽ വലിയ വിവാദമാക്കി വലിയ വിവാദമാക്കി ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരടക്കമുള്ള പ്രധാന 9 പേർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് അടക്കം ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നേരിടേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും വരുന്ന UDF കാലത്തെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് 9 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം 9 മന്ത്രിമാർക്ക് UDF അംഗങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏറെ കൊടുമ്പിരി കൊള്ളുകയും അതിനുശേഷം രാഷ്ട്രീയമായി തന്നെ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്ത ഘട്ടത്തിൽ അതൊക്കെ തന്നെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോടതി സുപ്രധാനമായ ഒരു ഏട് കൂടി തുറന്നിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ബന്ധു നിയമനം അത് ഒരു രാഷ്ട്രീയമായി അത്തരം ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിലൊക്കെ ഉമ്മൻചാണ്ടി അടക്കം UDF നേതാക്കൾ നിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയുണ്ടായി. ഇപ്പോൾ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ കോടതി ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് ഉത്തരവിട്ടിരിക്കുന്നത്? എത്രത്തോളം പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസ്? ഇടതുമുന്നണി ഈ പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ബന്ധു നിയമനം മാത്രമേ നടന്നുള്ളൂ. അതിന്റെ പേരില് ഒരു മന്ത്രിക്ക്, അതും CPM-ന്റെ ഒരു പ്രമുഖ നേതാവായ EP ജയരാജന് രാജിവെച്ചൊഴിയേണ്ടി വന്നു. അതിന്റെ പേരിൽ പ്രശ്നമേറെ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ വിജിലൻസ് കോടതി പ്രതിപക്ഷത്തിനെതിരെ പഴയ UDF ഗവൺമെന്റിന്റെ ക്കെതിരെ അഴിമതി ഇതേ വിഷയത്തിന്റെ പേരിൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാവുകയാണ് പ്രതിപക്ഷത്തിന്.
അത് അന്വേഷണം പല വെളിപ്പെടുത്തലുകളും വരും. കാരണം സാധാരണ UDF ഭരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ബന്ധു നിയമനങ്ങൾ നടക്കാറ്. അത് സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒച്ചപ്പാടും ബഹളവും പുതിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാക്കുക തന്നെ ചെയ്യും. തീർച്ചയായും 16 നിയമനങ്ങളെ കുറിച്ചാണ് ഏകദേശം പരാതി ലഭിച്ചിരുന്നത്. അതും സുപ്രധാനമായ തസ്തികകളിലൊക്കെ ഇത്തരത്തിൽ വഴിവിട്ട് നിയമനം നടത്തുന്നു. ഇത് എന്തായാലും ഒരു സൂചനയിലേക്ക് വ്യക്തമായ കോടതിയുടെ ഒരു തലം, ഒരു നിയമതലത്തിലേക്ക് ഒരു വഴി വെട്ടിത്തുറക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എത്രത്തോളം പ്രാധാന്യം ഇന്നത്തെ സ്ഥിതിയിൽ ഉണ്ടാകുന്നുണ്ട്? അല്ല, ഇത് രാഷ്ട്രീയ തലത്തിൽ നിന്ന് വരുന്ന ഒരു അന്വേഷണമല്ല എന്നൊരു പ്രത്യേകതയുണ്ട്. വിജിലൻസ് കോടതിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിടുന്നത്, അതും ഒരു പരാതിയുടെ പേരിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം ശ്രീ ജേക്കബ് ജോർജ് മടങ്ങിയെത്ത ഇപ്പോൾ ജോസഫ് വാഴക്കൻ കൂടി ചേരുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, കോടതി ഇക്കാര്യത്തിൽ ഒരു പാത വെട്ടിത്തുറന്നിരിക്കുകയാണ്. കാരണം അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ സന്ദർഭത്തെ? ആരുടെ പരാതി പ്രകാരമാണ് എന്നൊന്ന് വിശദീകരിക്കാമോ, ഒന്ന് പറയാമോ? ഫായിസിന്റെ പരാതി, ഹാഫിസിന്റെ പരാതി പ്രകാരമാണ്. ആരുടെയാ? ഹാഫിസ് ഒരു സ്ഥിരം പരാതിക്കാരാണോ? യെസ്, അതായത് അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പായിച്ചറ നവാസ് തുടങ്ങിയ ഈ ടൈപ്പ്. അതെ. ശ്രീ ജോസഫ് വാഴക്കൻ, ഒരു തിരുത്തം കൂടി. പായിച്ചറ നവാസിന്റെ പരാതിയിലാണ്. ആണോ? അതെ. അതാ ഞാൻ ചോദിക്കുന്നത്. പുതിയ സാംസ്കാരിക നായകരാണ്. ഇപ്പൊ അതാണോന്നറിയാനാ ഞാൻ. അതെ, തീർച്ചയായും. അപ്പൊ നന്നായി. അത് ഞാൻ ചോദിക്കുന്നത്, അതൊക്കെ അന്വേഷണം നല്ലതാണ്. നേരത്തെ ഒരു ബന്ധു നിയമനത്തിന് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ടിട്ട് ഇപ്പൊ 10-60 ദിവസമായി നമ്മുടെ EP ജയരാജൻ. അതിന്റെ പോലും അന്വേഷണത്തിലെ റിപ്പോർട്ട് വിജിലൻസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് സമയബന്ധിതമായി ഇതൊക്കെ അന്വേഷിച്ചിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്നത് നല്ലതാണ്. ഇപ്പൊ അങ്ങനെ ഏതെങ്കിലുമൊക്കെ അപാകത ഉണ്ടെങ്കിലൊക്കെ നാട്ടുകാർ അറിയട്ടെ. ശ്രീ ജോസഫ് വാഴക്കൻ, എല്ലാം നടക്കട്ടെ. ഈ 16ഓളം കേസുകളിലാണ് ഇത്തരത്തിൽ ഈ ഒരു പരാതി ലഭിച്ചത്. 16ഓളം. ആ തലത്തിൽ നോക്കുമ്പോൾ നിർണായകമായ ഒരു ചുവടുവയ്പ് കോടതിയാണ്, മറ്റാരുമല്ല. ഒരു രാഷ്ട്രീയമായ ഒരു അന്വേഷണമല്ല, ഒരു കോടതിയുടെ തലത്തിലുള്ള ഒരു ചലനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാധാന്യം. കോടതിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, കോടതിയുടെ മുമ്പിൽ ആരെങ്കിലും ഒരു കടലാസ് കോടതി അന്വേഷിക്കാൻ പറയും. പക്ഷെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥര് ഇത് തന്നെയാണല്ലോ CP ജയരാജന്റെ കാര്യത്തിലും. അന്വേഷിക്കുന്ന ഏജൻസി എന്ന് പറഞ്ഞാൽ വിജിലൻസ് ആണല്ലോ. ആ വിജിലൻസിന് താല്പര്യമുള്ളത് അന്വേഷിക്കുകയും മറ്റത് അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പ്രത്യേകിച്ച് ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ടാൽ അത് സുപ്രീം കോടതിയുടെ നേരത്തെ ഉള്ള ഒരു വെർഡിക്റ്റ് അനുസരിച്ച് 42 ദിവസത്തിനകം അതിന്റെ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് കേൾക്കാറുള്ളത്. അത് പക്ഷെ ആ 42 ദിവസം കഴിഞ്ഞ് 55 കഴിഞ്ഞ് ഇപ്പൊ 65 ആയിട്ട് ഇതേവരെ EP ജയരാജന്റെ കാര്യത്തിൽ അത് അനുഷ്ഠിക്കുന്നില്ല. ആ ഒരു ടൈമിന്റെ സ്റ്റിപ്പുലേഷൻ പാലിക്കുന്ന കാര്യത്തിൽ വിജിലൻസ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ഇതൊന്നും നീണ്ടുപോകാൻ പാടില്ല. ഏത് കാര്യവും അന്വേഷിച്ച് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അത്തരം കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. യെസ്, അതായത് ശ്രീ ജോസഫ് വാഴക്കൻ, കോടതിക്ക് ഇക്കാര്യത്തിൽ ഒരു അസ്വാഭാവികത ബോധ്യപ്പെട്ടിരുന്നു. കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ലളിതകുമാരി കേസിലൊക്കെ തന്നെ നമ്മളുടെ മുന്നിലുള്ള ഘട്ടത്തിലൊക്കെ UDF സർക്കാരിന്റെ കാലത്തൊക്കെ അതിനൊക്കെ ഏതർത്ഥത്തിൽ ഒരു പരിഗണന നൽകി എന്നുള്ളതൊക്കെ വിമർശന വിധേയമാക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എന്തായാലും എത്തുമ്പോൾ അസ്വാഭാവികത ഉണ്ടായിരിക്കാം എന്നൊരു ബോധ്യം കൊണ്ടല്ലേ ഒരു അന്വേഷണത്തിന്, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയെ തള്ളിക്കളയാമായിരുന്നില്ലേ? കോടതിക്ക് അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ കോടതികളെ സംബന്ധിച്ച് വിജിലൻസ് കോടതികളുടെ ഒരു കീഴ്വഴക്കം, അവരുടെ മുൻപിൽ ഒരു കാര്യം ചെന്നാൽ അന്വേഷിക്കാൻ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയും. അതിനകത്ത് FIR ഇടുന്ന സമയത്തേക്ക് അന്വേഷണത്തിന്റെ ക്വിക്ക് വെരിഫിക്കേഷന്റെ സമയത്ത് ഒരു കുറ്റം ആരുടെയെങ്കിലും പേരിലൂടെ തെളിയിക്കപ്പെടുന്നില്ല. അത് നോക്കാൻ പറയും. അത് നോക്കിയിട്ട് അതിനകത്ത് പ്രഥമ ദൃഷ്ടിയ കേസുണ്ട് എന്ന് തോന്നിയാൽ FIR ഇടും. അതുവരെ. പക്ഷേ ശ്രീ EP ജയരാജന്റെ കാര്യത്തിൽ അദ്ദേഹം തന്നെ സ്വയം കുറ്റം സമ്മതിച്ചു. പാർട്ടി തന്നെ പ്രഖ്യാപിച്ചു അദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന്. ബന്ധുവിനെ നിയമിച്ചു, അത് അനധികൃതമായിട്ട്, അതും നിയമവിരുദ്ധമായി ചെയ്തിരിക്കുന്നുവെന്ന്. ജോസഫ് വാഴക്കൻ, അക്കാര്യത്തിലുള്ള നടപടികൾ ഒരുപക്ഷെ പാർട്ടി തലത്തിൽ, അവരുടെ പാർട്ടി തലത്തിലും അല്ലെങ്കിൽ എല്ലാം എടുത്ത് ഒരു മന്ത്രിസ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നു. ഇനിയുള്ള നിയമ നടപടിയിലുള്ള അതിലേക്കുള്ള ചുവടുവയ്പ്പാണ്. അത്രത്തോളം ഒരു ആർജവം കാണുകയും അതുകൊണ്ട് തന്നെ നമുക്ക് തുടർ നടപടികളും പ്രതീക്ഷിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ ഇത്രയും ആരോപണങ്ങളൊക്കെ, ഇതേ ആരോപണങ്ങളും ഇതേ തലത്തിൽ UDF സർക്കാരിന്റെ കാലത്തും ഉയർന്നതിനൊക്കെ എന്ത് നിലപാടാണ് അതിനോടൊക്കെ സ്വീകരിച്ചെന്ന ചോദ്യം കൂടി പ്രസക്തമാകുന്നില്ലേ? അതൊക്കെ 42 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുകയും FIR ഇടേണ്ടതിനൊക്കെ FIR ഇട്ടിട്ടുണ്ട്.
ഇടണ്ടാത്തതിന് FIR ഇട്ടിട്ടില്ല. അതൊക്കെ അതിന്റെ സമയബന്ധിതമായി തന്നെയാണ് ആ കേസൊക്കെ അന്ന് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ അത് വന്നിട്ടില്ല. ഇപ്പൊ പാർട്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞതിന് ന്യായമൊന്നുമില്ല. പാർട്ടിക്ക് അങ്ങനെ പലതരത്തിലുള്ള ബോധോദയം ഒക്കെ ഓരോ ദിവസവും ഉണ്ടായി എന്നിരിക്കും. അപ്പം പാർട്ടി പറയുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഏത് ലോകത്താണ് നമ്മള്? പാർട്ടിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് വിധി കൽപ്പിക്കാൻ എന്താ അവകാശം ഇരിക്കുന്നത്? അത് പാർട്ടിക്ക് സ്വയം ബോധ്യപ്പെടാം, ജനങ്ങളുടെ അടുത്ത് വേണം പറയാം. അതിനപ്പുറത്ത് രാജ്യത്തൊരു നിയമമുണ്ടല്ലോ, ആ നിയമം അനുസരിച്ചുള്ള കിറ്റ് വെരിഫിക്കേഷൻ നടക്കാൻ അതിന് 42 ദിവസത്തെ സമയമേ ഉള്ളൂ. 60 ദിവസമായിട്ടും എന്തടിസ്ഥാനത്തിലാണ് അത് ഇതുവരെയും കൊടുക്കാതിരിക്കുന്നത്? ഗവൺമെന്റിൽ നിന്നുള്ള സമ്മർദ്ദമാണോ? അതല്ല, ഇത് മറ്റേ ഏതെങ്കിലും കാരണം ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടാണോ? മാത്രമല്ല ശ്രീ ജോസഫ് വാഴക്കൻ, അതായത് ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ അതിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യമില്ലേ? പ്രത്യേകിച്ച് താങ്കൾ പറയുന്നത് പോലെ സ്വാഭാവികമായ ഒരു നടപടി അല്ലെങ്കിൽ ലളിതകുമാരി കേസ് എന്ന പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയാവുന്ന കാര്യമാണോ ഒരു മുൻ മുഖ്യമന്ത്രി? അതും സുപ്രധാനമായ ബന്ധു നിയമനങ്ങളിൽ നിങ്ങൾ രാഷ്ട്രീയപരമായി എത്രത്തോളം രീതിയിൽ ഇതിന് പ്രാധാന്യം, ഇത്തരം ആരോപണങ്ങൾക്ക്, EPയുടെ ആയാലും ആരോപണങ്ങൾക്ക് ആ അർത്ഥത്തിൽ തലത്തിൽ പ്രാധാന്യം നൽകുമ്പോൾ അതിന് മറുവശം ചിന്തിക്കുമ്പോൾ ഇത്രത്തോളം നിയമതലത്തിലൂടെ ഇടപെടൽ വരുമ്പോൾ തള്ളിക്കളയാൻ കഴിയുമോ ശ്രീ ജോസഫ് വാഴക്കൻ? ഞാൻ പറഞ്ഞത് ഇത് കോടതിയുടെ മുമ്പിൽ വായിച്ച നവാസിനെ പോലെയുള്ള സമീപകാല സാംസ്കാരിക നായകന്മാർ ഒരു പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കോടതി പറയും, അതൊന്ന് അന്വേഷിക്കാൻ പറയും. അത് അന്വേഷിക്കുന്നത് സമയബന്ധിതമായി ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ EP ജയരാജന്റെ കാര്യത്തിലേതുപോലെ കുറെ കാലം കഴിയുമ്പോൾ അതങ്ങോട്ട് ഈ അന്വേഷണമൊക്കെ തേഞ്ഞുമാഞ്ഞു പോകുന്ന രീതിയിലേക്ക് ഒരു പ്രകസനമാകാൻ പാടില്ല വിജിലൻസിന്റെ നടപടി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോ നാളെ ആരെക്കുറിച്ച് പരാതി പറഞ്ഞാലും, പിണറായി വിജയനെ കുറിച്ച് എഴുതി കൊടുത്താലും, ആരെക്കുറിച്ച് എഴുതി കൊടുത്താലും കോടതി ജോസഫ് വാഴക്കൻ, താങ്കൾ ഇപ്പോൾ പറയുന്നത് ഒരുപക്ഷെ പരാതിക്കാരന്റെ സാങ്ക്ടിറ്റി അതാണോ ഇവിടെ ഘടകമായി മാറുന്നത്? അതായത് കോടതിയിലേക്ക്, ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ കോടതിയിലേക്ക്, നിയമതലത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പരാതിക്കാരന്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അതാണോ അവിടെ ഇതായിട്ട് വരുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ എന്താ പറയുക, അല്ലെ പ്രധാനപ്പെട്ട ആളെന്നുള്ള അർത്ഥത്തിലല്ലേ പറഞ്ഞത്? നിങ്ങളില്ലാത്തത് നിങ്ങൾ എന്തിനാ എന്റെ സാംസ്കാരിക നായകൻ എന്ന പ്രയോഗമാണല്ലോ. കാരണം കേരളത്തിൽ ഒരുപാട് പേർക്കെതിരെയുള്ള അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ആളുകളല്ലേ നമ്മൾ ഈ നാട്ടിലെ അഴിമതി വിരുദ്ധ സാംസ്കാരിക നായകർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഗണത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് അത് ആ കാര്യം സൂചിപ്പിച്ചതേ ഉള്ളൂ. എന്തായാലും ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായ അന്വേഷണത്തെ, പ്രത്യേകിച്ച് അതിന് പ്രാധാന്യം കൈവരികയാണ്. ഉമ്മൻചാണ്ടിക്കെതിരായ അന്വേഷണം താങ്കളെ പോലെയുള്ള നേതാക്കൾ അതിനെ സ്വാഗതം ചെയ്യുകയാണോ അതോ രാഷ്ട്രീയമാണ് എന്ന തലത്തിലേക്ക് തള്ളിക്കളയുകയാണോ ചെയ്യുന്നത്? എത്ര പേരുടെ വലുതാണ്ട വരാൻ പോകുന്നത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രന്റെ, അദ്ദേഹത്തിന്റെ സ്റ്റാഫ് 1 കോടി രൂപയാണ് ഉണ്ടാക്കിയത്. 1 കോടി രൂപ ഉണ്ടാക്കി ഇപ്പം അവസാനം സന്ദർഭോചിതമായി കോടതിയിൽ നിന്നുള്ള ഒരു കാര്യമാണ്. അതിനെ എങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു? ഞാൻ പറഞ്ഞത് വരാൻ പോകുന്നെന്നാ പറഞ്ഞത്. അവരെല്ലാവരെ കുറിച്ച് എഴുതി കൊടുക്കുമ്പോൾ കോടതി ഇതേപോലെ പറയും. അത് വരികയോ വരാതിരിക്കുക ഹൈപ്പോത്തറ്റിക്കൽ. അപ്പോൾ ഇതേപോലെയുള്ള ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായ ശ്രീ വാഴക്കൻ ഈ ചലനത്തെ താങ്കൾ, നിങ്ങളുടെ പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? ആ കോടതിയിൽ നിന്ന് ആര് കോടതിയിൽ പോയി ഒരു പരാതി എഴുതി കൊടുത്താലും ആ പരാതിക്ക് അടിസ്ഥാനമൊന്നും വേണമെന്നില്ല. പരാതി എഴുതി കൊടുത്താൽ അന്വേഷിക്കാൻ പോയും ഏത് കാര്യവും അന്വേഷിക്കണ്ട എന്ന് കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് അടിസ്ഥാനമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള പരിശോധനയാണ്. ആ പരിശോധന സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ പ്രതികരിച്ചതിന്. ജേക്കബ് ജോർജ് താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. ശ്രീ ജേക്കബ് ജോർജ്. ഹലോ, ഉണ്ട്. എന്തായാലും ശ്രീ ജേക്കബ് ജോർജ്, ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇക്കാര്യത്തിൽ ഒരു കോടതിയിൽ നിന്നുള്ള പരാമർശം പോലും വരുന്നത്. അതിനെ അർഹിക്കുന്ന പ്രാധാന്യമില്ലേ അതോ പരാതിക്കാരൻ ആര് എന്നത് സംബന്ധിച്ച് ആ പരാതിക്കാരന്റെ അല്ലെങ്കിൽ പൂർവ്വകാല ചരിത്രമോ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി അന്വേഷിക്കുകയാണോ വേണ്ടത്? അല്ല, പരാതിക്കാരൻ ആര് എന്നുള്ളതും ഒരു വിഷയം തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പരാതി ആര് കൊടുത്താലും അത് കോടതിയിൽ എത്തുകയും കോടതി അതിന്മേൽ നടപടി എടുക്കുകയും ചെയ്യുമ്പോൾ കോടതി നടപടി തന്നെയാണ് പ്രസക്തവും പ്രധാനവുമാവുക. സ്വാഭാവികമായിട്ടും ഇത് മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന ബന്ധു നിയമനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അന്വേഷണമാകൊണ്ട് അതിന് പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് EP ജയരാജൻ അതിന്റെ പേരിൽ തന്നെ സമാനമായ വിഷയത്തിന്റെ പേരിൽ രാജിവെക്കേണ്ട സാഹചര്യം കേരളത്തിലുണ്ടായി. EP ജയരാജന്റെ കേസ് അന്വേഷണം തീർന്നിട്ടില്ല,
അത് നടക്കുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നു. ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് ഡയറക്ടർ ആക്കിയ സർക്കാർ തീരുമാനത്തിനെതിരെ അതിരൂക്ഷ വിമർശനം കോടതി ഉന്നയിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയുടെ നഗ്നമായ ലംഘനം, വിധിയുടെ ലംഘനം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തെയും എങ്ങനെ കാണുന്നു ശ്രീ ജേക്കബ് ജോർജ്? അന്നത്തെ കാലത്ത് ശങ്കർ റെഡ്ഡിയെ വിജിലൻസിന്റെ ഡയറക്ടറായിട്ട് ചുമതല ഏൽപ്പിച്ചിരുന്നു. അത് അന്ന് തന്നെ അതൊരു വിവാദമായതാണ്. കാരണം ശങ്കർ റെഡ്ഡിക്ക് അന്ന് അതിന് മാത്രം സീനിയോറിറ്റി ഉണ്ടായിരുന്നില്ല. നേരിട്ട് അദ്ദേഹത്തെക്കാൾ മുതിർന്ന DGPമാർ കേരളത്തിൽ ഉണ്ടായിരിക്കെ ആണ് ശങ്കർ റെഡ്ഡിയെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത്. അത് സംബന്ധിച്ച് വിജിലൻസ് കോടതി എന്താണെങ്കിലും സ്വാഭാവികമായിട്ടും അത് UDFന്റെ കാലത്തെ ഒരു ദുഷ്ചെയ്തി എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും ചർച്ച ചെയ്യുക. തീർച്ചയായും. അതായത് അക്കാലത്ത് ഈ നിയമനത്തിൽ വലിയ ദുസൂചനകൾ അല്ലെങ്കിൽ സംശയങ്ങൾ പലരും പ്രകടിപ്പിച്ചിരുന്നു. കാരണം ബാർക്കോഴ കേസ് അതിന്റെ പല തലങ്ങളും പിന്നിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ശങ്കർ റെഡ്ഡിയുടെ നിയമനം. അതിനെ അന്ന് പലരും വിമർശിച്ചെങ്കിലും ഒരു നിയമതലത്തിൽ നിന്നുള്ള ഒരു നോക്കിക്കാണൽ ഇന്നിപ്പോഴാണ് ശ്രീ ജേക്കബ് ജോർജ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു തിരിച്ചടി പല സംശയങ്ങളും ഇപ്പോഴും ബലപ്പെടുന്നു എന്ന നിലയിൽ കാണേണ്ടതല്ലേ? അതെ, അന്നത്തെ കാലത്ത് നടന്ന ആരോപണങ്ങൾ അത് ഇപ്പോൾ വീണ്ടും പുറത്തു വരികയാണ്. ശങ്കർ റെഡ്ഡിയെ നിയമിച്ചത് നിയമപ്രകാരമാണോ അല്ലയോ എന്നുള്ള ചോദ്യം വിജിലൻസ് കോടതി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കണ്ടെത്തലുകളും പ്രസക്തമാണ്. അന്നത്തെ കാലത്ത് ബാർക്കോഴ കേസ് വിജിലൻസ് കോടതി സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് വിൻസെന്റ് പോൾ മാറി ശങ്കർ റെഡ്ഡി ആ സ്ഥാനത്തേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ആ സ്ഥാനത്തേക്ക് ജേക്കബ് തോമസിനെയായിരുന്നു നിയോഗിക്കേണ്ടതിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഫയർഫോഴ്സിന്റെ ഡയറക്ടറായിട്ട് നിയമിക്കുകയായിരുന്നു. മുതിർന്ന DGPമാർ ഉണ്ടായിരുന്നിട്ടും DGP സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടിട്ടില്ലായിരുന്ന ശങ്കർ റെഡ്ഡിക്കാണ് നിയമനം വിജിലൻസ് ഡയറക്ടറായിട്ട് നിയമനം കൊടുത്തത്. അതാണ് അന്ന് വിവാദങ്ങൾക്ക് വഴി തെളിച്ചത്. ഇന്നിപ്പോൾ വീണ്ടും അത് വിജിലൻസ് കോടതിയുടെ മുമ്പാകെ വരുമ്പോൾ പുതിയൊരു രാഷ്ട്രീയ പരീക്ഷണം പഴയ UDFന്റെ കാലത്തെ ചെയ്തികൾ നേരിടുകയാണ്. വളരെ നന്ദി ജേക്കബ് ജോർജ് പ്രതികരിച്ചതിന്. ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള 2 സുപ്രധാന വാർത്തകളാണ് ഇപ്പോൾ തിരുവനന്തപുരം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. ഒന്ന്, ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അതിരൂക്ഷ വിമർശനം വന്നിരിക്കുന്നു. സുപ്രീം കോടതിയുടെ നഗ്നമായ ലംഘനമാണ്, മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നടപടിയിലൂടെ ഉണ്ടായതെന്ന് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഏറെ വിവാദമായ ബന്ധു നിയമനം, UDF സർക്കാരിന്റെ കാലത്തെ ബന്ധു നിയമനത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 9 പേർക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഹാഫിസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കോടതിയുടെ ഇടപെടൽ എന്നും ഉണ്ടായിരിക്കുന്നു. ശങ്കർ റെഡ്ഡിയുടെ വിഷയത്തിൽ വിശദാംശങ്ങൾ MR സജേഷ് നൽകും തിരുവനന്തപുരത്ത് നിന്നും. സജേഷ്, കോടതി ഇക്കാര്യത്തിൽ വിവാദമായ ഒരു നിയമനത്തിൽ ശങ്കർ റെഡ്ഡിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നഗ്നമായ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോടതി പറയുന്നത്? പ്രജീഷ്, ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് ഡയറക്ടറായിട്ട് നിയമിച്ചതിൽ കടുത്ത വിമർശനമാണ് വിജിലൻസ് കോടതി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. നിലവിലുള്ള നിയമങ്ങളും സുപ്രീം കോടതി ഉത്തരവുകളും ലംഘിച്ചുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഈ ഉത്തരവുകൾക്കും നിയമങ്ങൾക്കും മറികടന്നാണ് ഇത്തരത്തിലൊരു നിയമനമെന്ന് അന്നത്തെ ഹോം സെക്രട്ടറി ആയിരുന്ന നളിനി നെറ്റോയുടെ കുറിപ്പ് സർക്കാരിന് മുന്നുണ്ടായിരുന്നു. എന്നാൽ അത് മറികടന്നുകൊണ്ട് മന്ത്രിസഭാ യോഗം ചേർന്ന് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയായിരുന്നു. 4 കേഡർ പോസ്റ്റുകൾ മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ 4 അഡീഷണൽ കേഡർ പോസ്റ്റുകൾ പോലീസിൽ പുതുതായി സൃഷ്ടിച്ചു. ആ രീതിയിൽ ശങ്കർ റെഡ്ഡിക്ക് വിജിലൻസ് ഡയറക്ടർ ആവാനുള്ള അവസരം ഒരുക്കി ADGP ആയി മാറ്റിക്കൊണ്ട് ഇത് നിലവിലുള്ള എല്ലാ നിയമങ്ങളുടെയും ലംഘനമാണ്. ഇക്കാര്യം നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് നളിനി നെറ്റോയും ജിജി തോംസന്റെ അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ നേതൃത്വത്തിലെ സ്ക്രീനിംഗ് കമ്മിറ്റിയും ഒരു കുറിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ കുറിപ്പ് മുഖവിലേക്ക് എടുത്തില്ല. മന്ത്രിസഭാ യോഗം ചേർന്ന് ഈ നിയമനം നൽകുകയായിരുന്നു. അത് അംഗീകരിക്കാനാവില്ലെന്ന നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ നിന്നൊരു ഉത്തരവ് കോടതിയിൽ നിന്ന് വന്നിട്ടില്ല. ഈ മാസം 30-ാണ് ഉത്തരവിന് വേണ്ടി കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. തീർച്ചയായും. അതായത് ഒരു പൂർണ്ണ മെറിറ്റിലേക്ക് പോയില്ലെങ്കിൽ കൂടിയും പല സംശയങ്ങളും ബലപ്പെടുന്ന ഒരു സാഹചര്യത്തിലുള്ള ചെറിയ കോടതിയുടെ നിരീക്ഷണങ്ങൾ പോലും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ഈ നിയമനത്തിൽ എന്ത് അപാകത സംബന്ധിച്ച് കോടതിയുടെ നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ കൂടിയും സുപ്രീം കോടതിയുടെ ചട്ടങ്ങളുടെ ലംഘനം ഇവിടെ എങ്ങനെ സംഭവിച്ചു എന്നാണ് വിലയിരുത്തപ്പെടേണ്ടത്. പ്രജീഷ്, അന്ന് 4 ADGPമാരായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ജേക്കബ് തോമസ് ആയിരുന്നു അതനുസരിച്ച് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് വരികയും ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ജേക്കബ് തോമസിനെ ഒഴിവാക്കാൻ വേണ്ടി
4 അഡീഷണൽ ADGP തസ്തിക കൂടി കേരള സർക്കാർ അന്ന് സൃഷ്ടിച്ചത് ഓർമ്മയുണ്ടാകും. ഈ 4 അഡീഷണൽ തസ്തിക സൃഷ്ടിച്ചതിനെയാണ് ഇപ്പോൾ കോടതി വിമർശിച്ചിരിക്കുന്നത്. അത് നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ 4 അഡീഷണൽ തസ്തിക വേണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാനം കത്തെഴുതിയിരുന്നു. എന്നാൽ കേന്ദ്രം മറുപടി നൽകുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന മന്ത്രിസഭ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുത്തു. അത് അന്നത്തെ ഹോം സെക്രട്ടറി ആയിരുന്ന നളിനി നെറ്റോയുടെയും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെയും കുറിപ്പ് മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം ഇഷ്ടമുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന നിരീക്ഷണമാണ് കോടതി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് കോടതി പോയിട്ടില്ല. പ്രാഥമികമായ നിരീക്ഷണങ്ങൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ നിരീക്ഷണങ്ങൾ ശക്തമാണ്. അതായത് സജേഷ്, ശക്തമായ നിരീക്ഷണങ്ങൾ വരുമ്പോൾ അന്ന് ജേക്കബ് തോമസിനെ മാറ്റുന്നു. അതിനുശേഷം ആ സാഹചര്യത്തിൽ ഒരു കേസ്, ബാർക്കോഴ കേസ് അടക്കം വലിയ തലങ്ങളിലേക്ക് പോകുന്നു. രാഷ്ട്രീയമായി തന്നെ UDF സർക്കാരിന് വെല്ലുവിളിയായി വരുന്ന ഒരു ഘട്ടത്തിൽ അന്ന് ശങ്കർ റെഡ്ഡിയുടെ നിയമനം പല ഇടപെടലുകൾക്കും കാരണമാകാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിയമനം ആ തലത്തിൽ. കാരണം കേന്ദ്ര മാനദണ്ഡങ്ങളൊക്കെ ലംഘിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് ഒരുപക്ഷെ മറുപടി വരുന്നതിന് മുൻപ് തന്നെ മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് തീരുമാനമെടുക്കുന്നു. ഈ അർത്ഥത്തിൽ ഇന്ന് ഈ കോടതി പോലും ഇത്തരത്തിലുള്ള ഒരു സംശയമാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? രജീഷ്, കോടതി ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമായ നിരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആ പ്രസക്തമായ നിരീക്ഷണങ്ങൾ പ്രജീഷ് സൂചിപ്പിച്ചത് തന്നെയാണ്. അന്ന് തന്നെ വലിയ വിവാദമായതാണ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസോ അല്ലെങ്കിൽ അന്ന് DGP പോസ്റ്റ് ഉണ്ടായിരുന്ന മറ്റുള്ളവരെയോ പരിഗണിക്കാതെ ഒരു പുതിയ ആളെ കേഡർ പോസ്റ്റിലില്ലാത്ത ശങ്കർ റെഡ്ഡിയെ നിയോഗിച്ചത് അന്ന് തന്നെ വലിയ വിവാദമായതാണ്. അന്ന് കേഡർ പോസ്റ്റിലേക്ക് ശങ്കർ റെഡ്ഡി എത്തിക്കുകയായിരുന്നു. അതിനുവേണ്ടി മുഹമ്മദ് യാസിൻ, ശങ്കർ റെഡ്ഡി, ഹേമചന്ദ്രൻ തുടങ്ങിയവർക്ക് കേഡർ പോസ്റ്റ് 4 അഡീഷണൽ പോസ്റ്റുകൾ സംസ്ഥാന മന്ത്രിസഭ സൃഷ്ടിച്ചു. അത് കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെയായിരുന്നു. ഇത് സുപ്രീം കോടതിയുടെ ഉത്തരവുകൾക്കും എല്ലാ നിയമങ്ങൾക്കും വിരുദ്ധമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. അന്ന് കോഴ കേസ് നടക്കുന്ന ഘട്ടം കൂടിയായിരുന്നു. KM മാണിക്കെതിരെ ശക്തമായ നിലപാട് ജേക്കബ് തോമസിന്റെ കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എടുത്തിരുന്നു. ആ ഘട്ടത്തിലാണ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ മാറ്റുന്നതും അന്ന് കേഡർ പോസ്റ്റ് വരുന്ന ശങ്കർ റെഡ്ഡിയെ കൊണ്ടുവരുന്നതും പിന്നീട് ബാർക്കോഴ കേസ് അട്ടിമറിക്കപ്പെട്ടതുമെല്ലാം കേരളത്തിന് മുന്നിലുള്ള സംഭവമാണ്. എന്നാൽ അത്തരം രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല. മറിച്ച് ഇതിലെ നിയമനങ്ങളും ഈ ശങ്കർ റെഡ്ഡിയുടെ നിയമനവും മറ്റ് 4 ADGPമാരുടെ അഡീഷണൽ നിയമനം നൽകിയ കാര്യങ്ങളും അക്കാര്യത്തിൽ കോടതിയുടേതായ ചില നിരീക്ഷണങ്ങൾ നടത്തുകയാണ്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ വിധിക്ക് വേണ്ടി ഈ മാസം 30-ലേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. രജീഷ്, സജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.